വയനാട്ടിലെ നടവയൽ ചെല്ലീസ് വില്ല ജോണാണ് സ്വന്തം കൃഷിയിടത്തെ ഒരു കുടുംബ വിശ്രമ സങ്കേതമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. മുൻപ് ജോൺ തന്റെ കൃഷിത്തോട്ടത്തിൽ നിന്നും ഒരു വർഷം 30 കിൻഡലോളം കുരുമുളക് പറിച്ചിരുന്നു. എന്നാൽ വിളനാശം ഇതിൽ ഗണ്യമായ കുറവുണ്ടാക്കി. വിലക്കുറവും കൂടിയായതോടെ മറ്റെന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്തണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കൃഷിയിടത്തിലേക്ക് സന്ദർശകരെ ക്ഷണിക്കാൻ പദ്ധതിയൊരുക്കിയത്. ചെല്ലീസ് വില്ലയിലെത്തുന്നവർക്ക് 10 രൂപയാണ് പ്രവേശന ഫീസ്. ഇവിടെ എത്തുന്നവർക്കായി 3 കുളങ്ങളാണ് പ്രധാനമായുള്ളത്. മീൻ വളർത്താനാണ് ഇവ കുഴിച്ചതെങ്കിലും സന്ദർശകർക്ക് നീന്താനും ചങ്ങാടം തുഴയാനും ഇപ്പോൾ സൗകര്യങ്ങളുണ്ട്. കുളത്തിൽ ഇപ്പോഴും മീനുകളെ വളർത്തുന്നുമുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന ചൂണ്ടയോ വലയോ ഉപയോഗിച്ച് മീൻ പിടിക്കാം. അതിന്റെ വില നൽകണമെന്ന് മാത്രം. നമ്മുടെ ടൈം പാസിന് ഏറ്റവും പറ്റിയ ഒരു പണിയാണ് ചൂണ്ടയിടുന്നത്. ചൂണ്ടയിടുമ്പോൾ നമ്മളൊരു ധ്യാനത്തിൽ പ്രവേശിച്ചാലേ ചൂണ്ടയിടാൻ പറ്റുള്ളൂ. മറ്റു ചിന്തകളൊക്കെ നമ്മൾ തലേന്ന് പോകും. അപ്പോൾ കുറച്ച് സമയത്ത് നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടും അത് ഈ ചൂണ്ടയിടാനിരുന്നാൽ. പിടിച്ച മീനിനെ സ്വന്തമായി പാകം ചെയ്ത് കഴിക്കാനും ചെല്ലീസ് വില്ലയിൽ സൗകര്യങ്ങളുണ്ട്. 5.5 ഏക്കറോളം വരുന്ന പുരയിടത്തിൽ എല്ലാത്തരം കൃഷികളുമുണ്ട്. ഒരു ദിവസത്തേക്ക് 300 രൂപ നിരക്കിൽ കോട്ടേജുകളും ഇവിടെയുണ്ട്. എന്നാൽ ഇതൊന്നും പരസ്യപ്പെടുത്താൻ ജോൺ ആഗ്രഹിക്കുന്നില്ല. ടൂറിസം അല്ല ഇതിൽ, നിങ്ങൾക്ക് ഒരു വിശ്രമ കേന്ദ്രം അതാണ് ഉദ്ദേശിക്കുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിലായാൽ ഇതിന്റെ നിശബ്ദത നഷ്ടപ്പെടുമെന്നാണ് ഫാം ടൂറിസത്തെക്കുറിച്ചും മറ്റും അധികമറിയാത്ത ജോണിന്റെ അഭിപ്രായം. അടുത്ത വർഷത്തോടെ വിശ്രമ സങ്കേതത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ജോണിന്റെ പദ്ധതി. കാർഷിക മേഖലയിലെ പ്രതിസന്ധി കർഷകരെ വിചിത്രമായ വഴികളിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഇവിടെയെങ്കിലും ഇവർ വിജയിക്കുമോ എന്ന് കണ്ടറിയണം. വയനാട്ടിലെ നടവയലിൽ നിന്നും വർഗീസ് ആന്റണി, അമൃത ന്യൂസ്.